Page number 35 line, question number 2. What is the difference between the sum of the first 20 terms and the next 20 terms of the arithmetic sequence 6, 10, 14? 6, 10, 14, 6, 10, 14, 6, 10, 14 എന്ന അരിത്തമെറ്റിക് സീക്വൻസിന്റെ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 ടേമുകളും അത് കഴിഞ്ഞുള്ള 20 ടേമുകളും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഫസ്റ്റ് ടേം തൊട്ട് 20 ടേം വരെ, ഒന്നാമത്തെ ടേം മുതൽ, അതായത് A1 തൊട്ട് A20 വരെയുള്ള എല്ലാ സംഖ്യകളുടെയും കൂടി തുക കണ്ടുപിടിക്കുന്നു. അതും ഈ 20 ടേം കഴിഞ്ഞു വരുന്ന 21ാമത്തെ ടേം തൊട്ട് പിന്നീടുള്ള 20 ടേമുകൾ, അതിന്റെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്ര, ഡിഫറൻസ് എത്രയാണ്? അതാണ് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 6, 10, 14 ആൻഡ് ദ നെക്സ്റ്റ് 20 ടേംസ് ഓഫ് ദി സെയിം സീക്വൻസ്. അതായത് 6, 10, 14 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ ഒന്നാമത്തെ ടേം തൊട്ട് 20ാമത്തെ ടേം വരെയുള്ള എല്ലാ സംഖ്യകളുടെയും തുകയും 21ാമത്തെ പദം തൊട്ട് അടുത്ത 20 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്ര? അത് രണ്ടും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ ഫസ്റ്റ് 20 ടേംസിന്റെ സമ്മ് S20 ഈസ് ഈക്വൽ ടു ഇക്വേഷൻ n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ആണ്. ഈസ് ഈക്വൽ ടു 20 ടേംസ് ആയതുകൊണ്ട് n-ന്റെ വില 20 ആണ്, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 ഇൻറ്റു ഫസ്റ്റ് ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ പദം 6 പ്ലസ് n-ന്റെ വില 20 ആണ്, മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം 6, 4 കൂടെ കൂട്ടിയാണ് 10. അപ്പൊ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം 4. സിംപ്ലിഫൈ ചെയ്യാം. 20/2 10 ആണ്, ഇൻറ്റു 6, 2, 12 പ്ലസ് 20 മൈനസ് 1 19 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 12 പ്ലസ് 2 കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു 76 ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 88 ഈസ് ഈക്വൽ ടു 880 എന്ന് കിട്ടും. അതായത് ആദ്യത്തെ 20 പദങ്ങളുടെ തുക 880 ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് അടുത്ത 20 ടേം, നെക്സ്റ്റ് 20 ടേമിന്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ നെക്സ്റ്റ് 20 ടേം എന്ന് പറയുമ്പോൾ 21ാമത്തെ പദം തൊട്ട് തുടങ്ങുന്ന 20 പദങ്ങളുടെ തുകയാണ്. ഫസ്റ്റ് 20 ടേംസ് അല്ല, നെക്സ്റ്റ് 20 ടേംസ് ആണ് സെക്കൻഡ് പറഞ്ഞിരിക്കുന്നത്. അതായത് 21ാമത്തെ പദം തൊട്ടുള്ള 20 പദങ്ങളുടെ തുക. അങ്ങനെയാണെങ്കിൽ ആ 21ാമത്തെ പദം ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിനെ വേണം നമുക്ക് പിന്നീട് സമ്മ് കണ്ടുപിടിക്കുന്നതിന്റെ, രണ്ടാമത്തെ തുക കണ്ടുപിടിക്കുന്നതിന്റെ ആദ്യത്തെ പദമായി കൺസിഡർ ചെയ്യാൻ, പരിഗണിക്കാൻ. അപ്പോ ഇവിടെയുള്ള 21ാമത്തെ പദം നമുക്ക് കണ്ടുപിടിക്കാം. ഇക്വേഷൻ a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ആണ്, ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 6 പ്ലസ് 21 മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് ഈസ് 4. പൊതുവ്യത്യാസം ഇവിടെയും 4 തന്നെയാണ്, ഒരേ സമാന്തര ശ്രേണി ആയതിനാൽ. ഈസ് ഈക്വൽ ടു 6 പ്ലസ് 20 ഗുണം 4 ഈസ് ഈക്വൽ ടു 6 പ്ലസ് 80 86. അതായത് 21ാമത്തെ ടേം 86 ആണ്. 86ാമത്തെ പദം മുതൽ പിന്നീടുള്ള ഒരു 20 പദങ്ങളുടെ തുക, അതാണ് രണ്ടാമത് കണ്ടുപിടിക്കേണ്ടത്. അതിനുശേഷം അതിന്റെയും ആദ്യത്തെ പദങ്ങളുടെയും തുക തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഇങ്ങനെ എഴുതാം: സം ഓഫ് നെക്സ്റ്റ് 20 ടേംസ്, അടുത്ത 20 പദങ്ങളുടെ തുക ഈസ് ഈക്വൽ ടു, അവിടെ n എന്ന് പറയുന്നത് അവിടെയും 20 തന്നെയാണ്, അതുകൊണ്ട് 20/2 ഇക്വേഷൻ സെയിം ഇക്വേഷൻ ആണ്. 2 ഇൻറ്റു അവിടെ ഫസ്റ്റ് ടൈം ആയി കൺസിഡർ ചെയ്യേണ്ടത് 86നെയാണ്. കാരണം 21ാമത്തെ പദം തൊട്ടുള്ള 20 പദങ്ങളുടെ തുകയാണ്, അതുകൊണ്ട് 86നെ വേണം അവിടെ എഴുതാൻ. തെറ്റിപ്പോകരുത്, 6 എഴുതരുത്. പ്ലസ് 20 മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് 4. സിംപ്ലിഫൈ ചെയ്യാം. 10 ഇൻറ്റു രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു, 6, 2, 12 ശിഷ്ടം 1, 8, 2, 16, 1, 17, 172 പ്ലസ് 19 ഗുണം 4 ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 172 പ്ലസ് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ നമ്മൾ ചെയ്തതാണ് 76 ഈസ് ഈക്വൽ ടു 10 ഗുണം രണ്ടും കൂടി ആഡ് ചെയ്യുന്നു 8, 14, 248 ഈസ് ഈക്വൽ ടു 2480. അതായത് ആദ്യത്തെ 20 പദങ്ങളുടെ തുക 880ഉം അടുത്ത 20 പദങ്ങളുടെ തുക 2480 ആണ്. അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കാം. Therefore, the difference between the sum of
first 20 terms and the next 20 terms is equal to 2480 minus 880 is equal to subtract ചെയ്താൽ answer is 1600. അപ്പോൾ final answer is 1600. Third question, calculate the difference between the sums of the first 20 terms of the arithmetic sequences 6, 10, 14 and 15, 19, 23. ഇപ്പൊ നമ്മൾ ചെയ്തതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ആ ഒരു ചോദ്യത്തിൽ നമ്മൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ തന്നെ രണ്ട് ഡിഫറന്റ് സമ്മുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് കണ്ടുപിടിച്ചത്. ഇവിടെ രണ്ട് അരിത്തമെറ്റിക് സീക്വൻസസ് ആണ്, രണ്ട് സമാന്തര ശ്രേണികളാണ്. ഇതിന്റെ 20 പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക, ഇതിന്റെയും 20 പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക. അതിനുശേഷം അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസം കണ്ടുപിടിക്കുക. അതാണ് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ. ഇത് ആ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനെ കാട്ടി ഇത്തിരി കൂടി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് 6, 10, 14 എന്ന അരിത്തമെറ്റിക് സീക്വൻസ് കൺസിഡർ ചെയ്യാം. ഇവിടെ ഫസ്റ്റ് ടൈം 6 ആണ്. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 10 മൈനസ് 6 വിച്ച് ഈസ് 4. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടൈംസ് 20 പദങ്ങളുടെ തുകയാണ്. അങ്ങനെയാണെങ്കിൽ 20 പദങ്ങളുടെ തുക ഇസ് ഈക്വൽ ടു ഇക്വേഷൻ n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ആണ്. ഇസ് ഈക്വൽ ടു n ന്റെ വാല്യൂ 20 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 into first term of the arithmetic sequence 6 plus 20 minus 1 into common difference is 4 is equal to 10 into 12 plus 19 into 4 is equal to 10 into 12 plus 76 is equal to 10 into 88 which is 880. അപ്പോൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിലെ അതേ ഫസ്റ്റ് സം തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഇനി നെക്സ്റ്റ് സം നമുക്ക് കണ്ടുപിടിക്കാം. അരിത്തമെറ്റിക് സീക്വൻസ് 15, 19, 23. ഇവിടെ ഫസ്റ്റ് ടൈം is 15 and common difference is 19 minus 15 which is 4. n is equal to 20. അങ്ങനെയാണെങ്കിൽ s20 is equal to 20 divided by 2 into 2 into first term of the arithmetic sequence 15 plus 20 minus 1 into common difference 4 is equal to 10 into 30 plus 19 into 4 is equal to 10 into 30 plus 76 is equal to 10 into 106 which is 1060. അപ്പോ രണ്ട് അരിത്തമെറ്റിക് സീക്വൻസിന്റെയും രണ്ട് സമാന്തര ശ്രേണിയുടെയും 20 പദങ്ങളുടെ തുക നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അതിന്റെ ഡിഫറൻസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു വലിയ നമ്പർ 1060 ആണ് മൈനസ് 880 ഈസ് ഈക്വൽ ടു 180. ഫൈനൽ ആൻസർ ഈസ് 180. ഫിഫ്ത് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഫിഫ്ത് ക്വസ്റ്റ്യൻ ഫ്രം പേജ് നമ്പർ 35. ക്വസ്റ്റ്യൻ ഇതാണ്: ദ എക്സ്പ്രഷൻസ് ഫോർ ദ സം ടു n ടേംസ് ഓഫ് സം അരിത്തമെറ്റിക് സീക്വൻസസ് ആർ ഗിവൺ ബിലോ. ഫൈൻഡ് ദ എക്സ്പ്രഷൻസ് ഫോർ ദ nth ടേം ഈച്ച്. ഒരു 5 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ എഴുതിയിരിക്കുന്നത്. ഇത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ, ഒരു സമാന്തര ശ്രേണിയുടെ n ടേംസിന്റെ സം ആണ്. അതായത് നമ്മള് Sn is equal to n/2 into 2a plus n minus 1 into d എന്ന ഇക്വേഷനില് n-ന് വില കൊടുക്കാതെ ഈ ഇക്വേഷനെ നമ്മൾ എയുടെയും ഡിയുടെയും ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തു വരുമ്പോൾ അവസാനം കിട്ടുന്ന ഉത്തരമാണ് ഈ എഴുതിയിരിക്കുന്ന n² plus 2n which is the algebraic expression of sum of the arithmetic sequence. സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിത രൂപമാണ് ഈ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും ഇത് ഏത് അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആണോ അതിന്റെ nth ടേമിന്റെ ആൽജിബ്രായിക് എക്സ്പ്രഷൻ എഴുതുക. അതായത് ആ അരിത്തമെറ്റിക് സീക്വൻസിന്റെ an കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന ഫോം, അതാണ് nth ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്, അതർവൈസ് ആൽജിബ്രായിക് എക്സ്പ്രഷൻ ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്. സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപവും n-ാം പദവും കണ്ടുപിടിക്കുന്നത് ഒരേ മാർഗത്തിലാണ്, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ ഇവിടെ നമുക്ക് സമ്മിന്റെ ആൽജിബ്രായിക് എക്സ്പ്രഷൻ തന്നിരിക്കുന്നു. അതിൽ നിന്ന് an is equal to a plus n minus 1 into d ഉപയോഗിച്ച് n-ന്റെ വാല്യൂ കൊടുക്കാതെ എയും ഡിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന ആൻസർ ആണ് an അല്ലെങ്കിൽ nth ടേം ഓഫ് ദ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അങ്ങനെയാണെങ്കിൽ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ n ടേമിന്റെ സമ്മാണ് ഇത് എങ്കിൽ ഈ സമ്മില് നമ്മൾ n-ന് 1 എന്ന് വാല്യൂ കൊടുത്താൽ നമുക്ക് അതൊരു എക്സാമ്പിളിലൂടെ ഡിസ്കസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 5, 7, 9, 11. ഇവിടെ S1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമിന്റെ മാത്രം സമ്മാണ്.
സം ഓഫ് ഫസ്റ്റ് ടൈം ഒൺലി. S2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 2 ടൈമിന്റെ സം വിച്ച് ഈസ് 5 + 7 12. S3 എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുന്നത് സം ഓഫ് ഫസ്റ്റ് 3 ടൈംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്. 12ന്റെ കൂടെ 9 കൂടി ആഡ് ചെയ്യുന്നു വിച്ച് ഈസ് 21. അപ്പൊ നമുക്കിപ്പോ ഫസ്റ്റ് 3 ടൈമിന്റെ സം മാത്രമാണ് തന്നിരിക്കുന്നത്, S21 എന്നാണ് തന്നിരിക്കുന്നത് എങ്കിൽ ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഒരു ആൽജിബ്രായിക് എക്സ്പ്രഷൻ സമ്മിന്റേത് കൂടി നമുക്കൊന്ന് കണ്ടുപിടിക്കാം. Sn = n/2 into ഫസ്റ്റ് ടൈം 2 into 5 plus n-1 into common difference is 2 is equal to n/2 into 10 plus 2 into n 2n minus 2 is equal to n/2 into 2n ആദ്യം എഴുതി 10 ന്ന് 2 കുറച്ചാൽ 8. ഇനി ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നു. n/2 into 2n plus n/2 കൊണ്ട് ബ്രാക്കറ്റിന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ n/2 into 8. ഈ 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്യാം. ഈ 2 ഉം 8 ഉം കൂടെ കട്ട് ചെയ്താൽ ഇവിടെ 4 കിട്ടും. ലെഫ്റ്റ് വിത്ത് ഇവിടെ n into n n² ആണ്, പ്ലസ് 4 into n 4n. ഇതാണ് ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ സമ്മിന്റെ ആൽജിബ്രായിക് എക്സ്പ്രഷൻ. അങ്ങനെയാണെങ്കിൽ ഈ ആൽജിബ്രായിക് എക്സ്പ്രഷനിൽ ഞാൻ S1 എന്നൊന്ന് കൊടുത്തു നോക്കാം. S1 എന്ന് പറഞ്ഞാൽ ഒരു ടേമിന്റെ അല്ലെങ്കിൽ ആദ്യത്തെ ടേമിന്റെ മാത്രം തുക, അതിനെയാണ് S1 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്നിന് പകരം 1 എന്ന് കൊടുത്താൽ 1ന്റെ സ്ക്വയർ പ്ലസ് 4 ഗുണം 1 is equal to 1 plus 4 is equal to 5. ഫസ്റ്റ് ടേമിന്റെ സമ്മ് 5. ഫസ്റ്റ് ടേമിന്റെ സം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് ദ ഫസ്റ്റ് ടൈം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്. ആ ഒന്നാമത്തെ പദത്തിന്റെ തുക എന്ന് പറയുന്നത് തന്നെയാണ് S1. അത് തന്നെയാണ് ഈ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ പദവും. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ S2 എന്ന് നമുക്ക് കണ്ടുപിടിക്കാം, അതായത് ഫസ്റ്റ് 2 ടൈമിന്റെ സമ്മ്. അപ്പൊ ഇവിടെ n-ന്റെ വാല്യൂ 2ന്റെ സ്ക്വയർ പ്ലസ് 4 into 2 എന്നായി മാറും. is equal to 2 2 4 plus 4 2 8 is equal to 8 4 12, which is the sum of first 2 times of the arithmetic progression അല്ലെങ്കിൽ arithmetic sequence. അങ്ങനെയാണെങ്കിൽ ഇതേ ഇക്വേഷനിൽ S3 കണ്ടുപിടിച്ചാൽ n-ന്റെ വാല്യൂ 3 ആയി മാറും. 3² plus 4 into 3 is equal to 9 plus 12 which is 21. ഇവിടെ നമ്മൾ ആൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് 21 sum of first 3 times of the arithmetic sequence. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ കിട്ടിയ വാല്യൂസിനെ ഉപയോഗിച്ച് നമുക്ക് ഇനിയും ശരിക്കുള്ള ക്വസ്റ്റ്യൻ ഒന്ന് വർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് എഴുതി വെക്കാം n is equal to 1. n-ന്റെ വാല്യൂ 1 ആയാൽ അവിടെ നമുക്ക് S1 എന്ന് കണ്ടുപിടിക്കാം. 1ന്റെ സ്ക്വയർ പ്ലസ് 2 into 1 is equal to 1 plus 2 which is 3. അതായത് ഫസ്റ്റ് ടൈമിന്റെ സമ്മ് 3 ആണ് കിട്ടിയത് എങ്കിൽ അവിടെ നമുക്ക് എഴുതി വെക്കാം therefore a is equal to 3. ഫസ്റ്റ് ടൈം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 3. അങ്ങനെയാണെങ്കിൽ S2 എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. S2 is equal to ഈ ഇക്വേഷനിൽ n-ന് പകരം 2ന്റെ സ്ക്വയർ പ്ലസ് 2 into 2 is equal to 4 plus 4 which is 8. S2 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. 5 7 കൂട്ടിയാൽ 12 എന്നിവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് 2 ടേമുകളുടെ തുകയാണ് S2. ആ S2 എന്ന് പറയുന്നത് A1 plus A2 ആണെങ്കിൽ അതിന് നമ്മൾ 8 എന്ന് എഴുതി. ഇതിൽ A1 അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം നമുക്കറിയാം which is 3 plus A2 is equal to 8. അങ്ങനെയാണെങ്കിൽ A2 is equal to 8 റൈറ്റ് സൈഡിൽ എത്തുമ്പോൾ -3 ആകും which is 5. അതായത് സെക്കൻഡ് ടൈം ഓഫ് ദ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഈസ് 5. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടിയത് 3 ആണ്, സെക്കൻഡ് ടൈം കിട്ടിയത് A2 is equal to 5. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം 5 minus 3 which is 2. അപ്പൊ ഈ എക്സ്പ്രഷൻ തന്നിരിക്കുന്ന അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് nth ടൈം കണ്ടുപിടിക്കാം യൂസിംഗ് ദ ഇക്വേഷൻ an is equal to a plus n minus 1 into d. അപ്പൊ എഴുതാം an is equal to ഫസ്റ്റ് ടൈം ഓഫ് ദ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ 3 plus n minus 1 into കോമൺ ഡിഫറൻസ് 2 is equal to 3 plus 2 into n which is 2n minus 1 into 2 which is minus 2 is equal to വേരിയബിൾ ഉള്ള ടൈം ആദ്യം എഴുതാം 2n 3 minus 2 which is 1. ഇതാണ് nth ടേം ഓഫ് ദ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ആൽജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് വേണമെങ്കിലും വിളിക്കാം. അപ്പൊ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ഇതാണ് ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ ദ nth ടേം ഓഫ് ദ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഇൻ ഈച്ച് കേസ്. അപ്പൊ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ nth ടേം അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ആൽജിബ്രായിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബീജഗണിത രൂപം n-ാം പദം ആണ് 2n plus 1. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ രണ്ട് എക്സ്പ്രഷൻസ് തമ്മിൽ തിരിഞ്ഞു പോകാൻ പാടില്ല. സമ്മിന്റെ ആൽജിബ്രായിക് എക്സ്പ്രഷൻ തന്നാൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ കണ്ടുപിടിക്കേണ്ട മെത്തേഡ് ഇതാണ്. അതേപോലെ തന്നെ ഇത് ആൽജിബ്രായിക് എക്സ്പ്രഷൻ ആണ് തന്നിരിക്കുന്നത് അരിത്തമെറ്റിക് സീക്വൻസിന്റെ. ഇതിൽ നിന്ന് അരിത്തമെറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കണമെങ്കിലുള്ള മെത്തേഡ് കൂടി ഞാൻ പറയാം.
രണ്ടും ഡിഫറന്റ് ആണ്, രണ്ടും കൂടി കൺഫ്യൂഷൻ ആകരുത്. ഇവിടെ നമ്മൾ എന്നിന് 1 എന്ന് വാല്യൂ കൊടുത്താൽ ഇത് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ അല്ല, ഞാൻ അഡീഷണൽ ആയിട്ട് പറയുകയാണ്. ക്വസ്റ്റ്യന്റെ ആൻസർ ഇവിടെ വരെ ഉള്ളൂ. ഇവിടെ എന്നിന് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 2 into 1 plus 1 എന്ന് കിട്ടും. അതായത് A1 is equal to, അങ്ങനെയാണെങ്കിൽ 2 into 1 which is 2 plus 1 which is 3. അതായത് ഫസ്റ്റ് ടേം ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഇനി എന്നിന് 2 എന്ന് വാല്യൂ കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് സെക്കൻഡ് ടേം ആയിരിക്കും. അത് കറക്റ്റ് സെക്കൻഡ് ടേം തന്നെ കിട്ടും, ഇവിടെ ചെയ്തതുപോലെയല്ല. അപ്പൊ ഇവിടെ നമുക്ക് 2 into 2 plus 1 is equal to 4 plus 1 which is 5. അപ്പൊ സെക്കൻഡ് ടൈം കറക്റ്റ് കിട്ടി. ഈ എക്സ്പ്രഷനിൽ നമ്മൾ എന്നിന്റെ ഏത് വാല്യൂ കൊടുക്കുന്നോ അതിനനുസരിച്ച് ആ ടേം ആയിട്ട് തന്നെ ആയിരിക്കും കിട്ടുന്നത്. സപ്പോസ് ഇവിടെ ഞാൻ എന്നിന് 10 എന്ന് വാല്യൂ കൊടുത്താൽ ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ 10ാമത്തെ ടേം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് രണ്ടും കൂടി തിരിഞ്ഞു പോകരുത്. ശരിക്കും ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷമേ ആൻസർ ചെയ്യാവൂ. സമ്മിന്റെ ആണോ അരിത്മെറ്റിക് സീക്വൻസിന്റെ ആണോ ആൽജിബ്രൈക് എക്സ്പ്രഷൻ തന്നിരിക്കുന്നത് എന്ന് ക്ലിയർ ആയതിനു ശേഷമേ ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് പോകാവൂ. ആ ക്വസ്റ്റ്യനിൽ ഒരു 5 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഞാൻ അതിലൊരു 5th ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. ബാക്കിയുള്ള 3 ക്വസ്റ്റ്യൻസ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, അത് നിങ്ങൾ സ്വന്തമായി ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്, മനസ്സിലാക്കി ചെയ്താൽ മാത്രം മതി. ഇവിടെയും n² - n എന്ന് പറയുന്നത് Sn ആണ്. Sn is equal to n² - n. അങ്ങനെയാണെങ്കിൽ ഇവിടെ S1 കണ്ടുപിടിക്കാം. 1 × square minus 1 is equal to 0. അതായത് S1 എന്ന് പറയുന്നത് 0 ആണെങ്കിൽ ഫസ്റ്റ് ടേം ഓഫ് ദ അരിത്മെറ്റിക് പ്രോഗ്രഷൻ ഈസ്, അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 1. S1 0 ആണെങ്കിൽ A is equal to 0 എന്നാണ് അതിനർത്ഥം, ഫസ്റ്റ് ടേം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ്. ഇനി നമുക്ക് S2 കണ്ടുപിടിക്കാം, which is 2 × square minus 2 is equal to 4 minus 2 which is 2. അപ്പൊ S2 ആണ് 2. അങ്ങനെയാണെങ്കിൽ S2 എന്ന് പറയുന്നത് A1 plus A2 ആണ്. ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ആദ്യത്തെ 2 ടൈമിന്റെ സമ്മ് കിട്ടുന്നത്. ഇവിടെ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 0 ആണെങ്കിൽ 0 plus A2 is equal to 2. അങ്ങനെയാണെങ്കിൽ A2 is equal to 2 minus 0 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. അപ്പോൾ സെക്കൻഡ് ടൈം നമുക്ക് 2 എന്ന് കിട്ടി. ഇനി കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. സെക്കൻഡ് ടൈം 2 ആണ്, മൈനസ് ഫസ്റ്റ് ടൈം 0 is equal to 2. കോമൺ ഡിഫറൻസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 2. ഇനി നമുക്ക് an കണ്ടുപിടിക്കാം. an is equal to ഇക്വേഷൻ a plus n minus 1 into d is equal to first time 0 plus n minus 1 into common difference is 2 is equal to 0 ആഡ് ചെയ്താൽ അത് തന്നെ കിട്ടും. അപ്പൊ 0 എഴുതേണ്ട ആവശ്യമില്ല. 2 into n which is 2n minus 1 into 2 which is 2. ഇതാണ് algebraic expression of the arithmetic sequence. 7th question. Prove that the sum of any number of times of the arithmetic sequence 16, 24, 32 starting from the first added to 9 gives a perfect square. അതായത് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ഈ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ എത്ര പദങ്ങളുടെ തുക കൺസിഡർ ചെയ്താലും ആ സമ്മിന്റെ കൂടെ, ആ തുകയുടെ കൂടെ ഒരു 9 കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നത് എന്താണോ അത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. അപ്പൊ നമുക്കറിയാവുന്ന പെർഫെക്റ്റ് സ്ക്വയറിന്റെ എക്സ്പ്രഷൻസ് ഒന്നുകിൽ x², അല്ലെങ്കിൽ a plus b the whole square, അല്ലെങ്കിൽ a minus b the whole square. ഈ ഏതെങ്കിലും ഒരു ഫോമിലാണ് നമുക്ക് പ്രൂവ് ചെയ്ത് വെക്കേണ്ടത്. അപ്പൊ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ പറയാം. ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേമുകളുടെ, അത് എത്രയാണെന്നൊന്നുമില്ല, എത്ര ടേമിന്റെ എടുത്താലും, ഇതിന്റെ ആദ്യത്തെ 20 എണ്ണം എടുത്താലും 30 എണ്ണം എടുത്താലും 10 എണ്ണം എടുത്താലും അത്രയും ടൈമിന്റെ സമ്മ് കണ്ടുപിടിച്ച് അതിന്റെ കൂടെ 9 കൂടി കൂട്ടിയാൽ ആഡ് ചെയ്താൽ കിട്ടുന്ന എക്സ്പ്രഷൻ എന്താണോ അത് ഈ ഏതെങ്കിലും ഒരു ഫോമിലായിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ ഫോമിലാണ് നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, പ്രൂവ് ദാറ്റ് എന്ന രീതിയിൽ സമ്മിന്റെ ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. ആദ്യം ക്വസ്റ്റ്യനിൽ നിന്ന് തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാം. a is equal to 16, കോമൺ ഡിഫറൻസ് d is equal to 24 minus 16 which is 8. അങ്ങനെയാണെങ്കിൽ Sn ആണ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. കാരണം സമ്മിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ എന്നിന്റെ വാല്യൂ കൊടുക്കാതിരിക്കുക, കാരണം പ്രൂവ് ചെയ്യാനാണ്. എനി നമ്പർ ഓഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയിട്ട് എന്നിന്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പൊ Sn കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n/2 into 2a plus n minus 1 into d. ഓരോ ക്വസ്റ്റ്യനിലും ഇക്വേഷൻ എഴുതുന്ന കാര്യം മറന്നു പോകരുത്. അര മാർക്ക് അല്ലെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്ത് ഉണ്ടായിരിക്കും. ഇനി ഇവിടെ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈസ് ഈക്വൽ ടു എന്നിന്റെ വാല്യൂ എഴുതേണ്ട ആവശ്യമില്ല. ഇൻറ്റു 2 ഇൻറ്റു ഫസ്റ്റ് ടൈം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 16 പ്ലസ് again n minus 1 into common difference is 8 is equal to n/2 into 16 into 2 which is 32 plus 8 into n 8n minus 1 into 8 8. സിംപ്ലിഫൈ ചെയ്യാം. n/2 into വേരിയബിൾ ഉള്ള ടൈമിനെ ആദ്യം എഴുതാം. 8n 32 minus 8 which is plus 24 is equal to n/2 കൊണ്ട് ബ്രാക്കറ്റിന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. n/2 into 8n plus n/2 into 24.
8ഉം 2ഉം കൂടി ക്യാൻസൽ ചെയ്താൽ ഇവിടെ 4 കിട്ടും. അങ്ങനെയാണെങ്കിൽ 4 into n into n which is 4n square plus 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം 12 കിട്ടും. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 12n. ഇതാണ് ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ സമ്മിന്റെ ആൽജിബ്രായിക് എക്സ്പ്രഷൻ. അങ്ങനെയാണെങ്കിൽ ഇനിയും പറയുന്നത് ഇതാണ്, ഇതിന്റെ കൂടെ ഒരു 9 കൂടി ആഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതുന്ന സ്റ്റെപ്പ് ഇതാണ്, ആഡിങ് 9 to the sum. തുകയുടെ കൂടെ 9 കൂടി കൂട്ടിയാൽ is equal to ഇവിടെയുള്ള 4n square plus 12n plus 9. ഈ ആഡ് ചെയ്ത് കിട്ടിയ ഈ എക്സ്പ്രഷൻ ഇതിൽ ഏതെങ്കിലും ഒരു ഫോമിലേക്ക് ആക്കി മാറ്റണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ a പ്ലസ് ബി ഹോൾ സ്ക്വയറിൽ എല്ലാ ടേമുകളും റൈറ്റ് സൈഡ് നോക്കിയാൽ a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. ഈസ് ഈക്വൽ ടു ഇവിടെ a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. ഇത് സിമ്പിൾ ആയിട്ടുള്ളതാണ് എക്സ്പ്രഷൻ, ഒരൊറ്റ ടേം മാത്രം. അതുകൊണ്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കേസിൽ ഇവിടെ നമുക്ക് എല്ലാ ടേമുകളും പ്ലസ് സൈനോട് കൂടിയതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ ആകാൻ ചാൻസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഇതിനെ ട്രാൻസ്ഫർ ചെയ്ത് വെക്കണം. അപ്പൊ നമ്മൾ നോക്കുക, ഫസ്റ്റ് ടേം എ സ്ക്വയറിന്റെ ഫോമിലാണോ, അതായത് ഏതെങ്കിലും ഒരു നമ്പറിന്റെ അല്ലെങ്കിൽ ഒരു വേരിയബിളിന്റെ സ്ക്വയറിന്റെ ഫോമിലാണോ. 2ന്റെ സ്ക്വയർ ആണ് 4, n-ന്റെ സ്ക്വയർ ആണ് n സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ 4n സ്ക്വയറിനെ നമുക്ക് 2n the whole സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് മിഡിൽ ടേം ഇപ്പം എഴുതണ്ട, ലാസ്റ്റിൽ എഴുതാം. നമുക്ക് 9 എന്ന് പറഞ്ഞാൽ 3യുടെ സ്ക്വയർ ആണ്. അപ്പോ ഫസ്റ്റും ലാസ്റ്റും ടേമുകൾ എ സ്ക്വയറിന്റെയും ബി സ്ക്വയറിന്റെയും ഫോമിൽ നമ്മൾ എഴുതി. ഇനി മിഡിൽ ടേം നമുക്കൊന്ന് എഴുതി നോക്കാം. ഇക്വേഷനിൽ 2ab ആണ്. അപ്പൊ 2 into ഇതിനെ a ആയി കൺസിഡർ ചെയ്താൽ 2n into ഇത് b ആയി കൺസിഡർ ചെയ്താൽ 3. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 2 into 2 4 into 3 which is 12n. കറക്റ്റ് ആയിട്ട് കിട്ടി. അതായത് നമ്മൾ എഴുതിയ എക്സ്പ്രഷൻ കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എയും ഇത് ബിയും ആണെങ്കിൽ ഈ എക്സ്പ്രഷൻസ് കറക്റ്റ് ആയി വന്നു. a പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ ഫോമില്. ഇപ്പോ ഇത് റൈറ്റ് സൈഡിന്റെ ഫോമിലാണ്. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിന്റെ ഫോമിൽ എഴുതിയാൽ 2n പ്ലസ് 3 the whole സ്ക്വയർ എന്ന് എഴുതാം. ഇത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതുകൊണ്ട് നമുക്ക് എഴുതി വെക്കാം, therefore the sum of any terms of the arithmetic sequence 16, 24, 32 starting from the first order to 9 gives a perfect square. അപ്പൊ പ്രൂവ് ദാറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് ബാക്കിയുള്ളത് അങ്ങ് എഴുതിയാൽ മതി. എക്സാമിന് ആൻസർ എടുത്ത് എഴുതുമ്പോൾ അത്രയും കറക്റ്റ് ആയിട്ട് എഴുതി വെക്കുകയും ചെയ്യണം. ടെക്സ്റ്റിലെ തന്നെ 8th ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഒരു പാറ്റേൺ ആണ്. എല്ലാ വർഷവും പഠിപ്പിക്കുന്ന സമയത്ത് മനസ്സിലാവുകയും ഓണപരീക്ഷ വരെ ഓർത്തിരിക്കുകയും എന്നാൽ ലാസ്റ്റ് എക്സാം ആകുമ്പോൾ എല്ലാവരും മറന്നുപോവുകയും ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഈ ഒരു ഷേപ്പിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഷേപ്പിലോ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ ഓണപരീക്ഷയ്ക്കോ ലാസ്റ്റ് എക്സാമിനോ മിക്കവാറും ചോദിക്കാറുണ്ട്. കാര്യമൊന്നുമില്ല, വളരെ പ്രയാസപ്പെട്ട ക്വസ്റ്റ്യൻ ഒന്നുമല്ല, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്. മനസ്സിലാക്കി പഠിച്ചാൽ മാത്രം മതി. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഈ എഴുതിയിരിക്കുന്ന പാറ്റേണിന്റെ നെക്സ്റ്റ് 2 ലൈൻസ് എഴുതുക. അതെല്ലാവർക്കും സിമ്പിൾ ആയിട്ടെല്ലാം എഴുതാൻ പറ്റുന്നതാണ്. 1 2 3 4 5 6 7 8 9 10 അങ്ങനെ ഒന്ന് വീതം കൂട്ടി കൂട്ടി ഒരു ലൈനിൽ എണ്ണവും ഒരെണ്ണം കൂട്ടി എഴുതുന്ന രീതി. അതായത് ഇവിടെ ഒരെണ്ണം, ഇവിടെ 2 എണ്ണം, 3 എണ്ണം, 4 എണ്ണം, അടുത്തതിൽ 5, അടുത്തതിൽ 6. അപ്പൊ അതിന്റെ ആൻസർ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പർ ഓഫ് ദ 10th ലൈൻ. ഇത് ഫസ്റ്റ് ലൈൻ ആണ്, ഇത് സെക്കൻഡ് ലൈൻ, ഇത് തേർഡ് ലൈൻ, ഇത് 4th ലൈൻ, ഇത് 5th ലൈൻ. അങ്ങനെ എഴുതി വന്നാൽ ഒരു 10th ലൈനിൽ ഉള്ള ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും എഴുതുക. 10th ലൈനിലെ ഫസ്റ്റ് നമ്പർ എഴുതണം, 10th ലൈനിലെ ലാസ്റ്റ് നമ്പറും എഴുതണം. അതാണ് ഇവിടെയുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ. നമുക്കത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് ലൈനിൽ ഒരു ടേം ആണുള്ളത്, സെക്കൻഡ് ലൈനിൽ 2 എണ്ണം, തേർഡ് ലൈനിൽ 3, 4th ലൈനിൽ 4, 5th ലൈനിൽ 5. അങ്ങനെയാണെങ്കിൽ 10th ലൈനിൽ 10 നമ്പേഴ്സ് ആയിരിക്കും ഉള്ളത്, 10 ടേംസ് ആയിരിക്കും ഉള്ളത്. അതേപോലെ ഇതിന് തൊട്ട് മുൻപുള്ള 9th ലൈൻ നോക്കിയാൽ ആ 9th ലൈനിൽ 9 ടേംസ് ആയിരിക്കും ഉള്ളത്. അപ്പോ ഇവിടെയുള്ള ലൈനിന്റെ എണ്ണവും ആ ലൈനിലുള്ള നമ്പർ ഓഫ് ടേംസും ഒന്ന് തന്നെയാണ്. സപ്പോസ് 7ാമത്തെ ലൈനാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ 7ാമത്തെ ലൈനിൽ 7 ടേമുകൾ, 7 സംഖ്യകൾ, 7 പദങ്ങളായിരിക്കും ഉള്ളത്. അപ്പൊ അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 4ാമത്തെ ലൈനിലെ അവസാനത്തെ സംഖ്യയായ 10 നമ്മളിപ്പോ ഇങ്ങനെ ഈ അരിത്തമെറ്റിക് സീക്വൻസിനെ 1 2 3 4 5 ഇങ്ങനെ നിരത്തി പിടിച്ചങ്ങ് എഴുതുകയാണെങ്കിൽ ഈ 10 എത്രാമത്തെ സ്ഥാനത്ത് വരും എന്ന് നോക്കാൻ എണ്ണി നോക്കിയാൽ മതി. 1 2 3 4 5 6 7 8 9 10. അപ്പൊ ഇതിങ്ങനെ കുറച്ച് സംഖ്യകൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ എണ്ണി നോക്കാം. 10ാമത് വരുന്ന സംഖ്യയാണ് 10. എന്നാൽ കുറേയേറെ സംഖ്യകളുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ എഴുതാത്ത ലൈനിലെ ഒരു നമ്പറിന്റെ സ്ഥാനം കൂടി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം.
ഇവിടെ നമ്മൾ പത്താമത്തെ സംഖ്യ ഇവിടെ 1 2 3 എന്ന് പോകുന്നത് കൊണ്ട് തന്നെ നാലാമത്തെ ലൈനിലെ അവസാനം വരുന്ന 10 എന്ന് പറയുന്നത് ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അരിത്തമെറ്റിക് സീക്വൻസ് എഴുതിയാൽ അതിലെ 10ാമത്തെ സംഖ്യ ആയിരിക്കും. അത് കണ്ടുപിടിക്കാൻ ഇങ്ങനെ എണ്ണി നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇത്രയും നമ്പറുകൾ കൂട്ടി നോക്കിയാൽ മതി. 4 3 7 9 1 10. 9th ലൈനിൽ 9 ടൈംസ് ആണുള്ളത്. അതുകൊണ്ട് 9th ലൈനിലെ ലാസ്റ്റ് ടൈം എന്ന് വേണമെങ്കിലും പറയാം. ആ സംഖ്യ കണ്ടുപിടിക്കാൻ നമുക്ക് സ്റ്റെപ്പ് ഇങ്ങനെ എഴുതാം. ദ പൊസിഷൻ ഓഫ് സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് ദ പൊസിഷൻ സ്ഥാനം. ദ പൊസിഷൻ ഓഫ് ലാസ്റ്റ് ടൈം ഇൻ 9th ലൈൻ. 9th ലൈനിലെ അവസാനത്തെ സംഖ്യയുടെ സ്ഥാനം അത് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞു ഈ 9 വരെയുള്ള എല്ലാ സംഖ്യകളും കൂടി കൂട്ടിയാൽ മതി. അപ്പൊ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. 1 + 2 + 3 up to 9 is equal to ഇത് ഒന്നിൽ തുടങ്ങുന്ന എണ്ണൽ സംഖ്യകളുടെ നാച്ചുറൽ നമ്പറിന്റെ കൗണ്ടിംഗ് നമ്പറിന്റെ സമ്മാണ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. n × n + 1 ഡിവൈഡഡ് ബൈ 2 is equal to n 9 ആണ്. 9 × 9 + 1 ഡിവൈഡഡ് ബൈ 2 is equal to 9 × 9 1 10/2 is equal to 10ഉം 2 കൂടെ കട്ട് ചെയ്യാം 5 9 5 45. അതായത് 9ാമത്തെ ലൈനിലെ അവസാനത്തെ സംഖ്യയുടെ സ്ഥാനം 45 ആണ്. അവിടെ ആ സംഖ്യയും 45 ആയിരിക്കും. കാരണം ഇവിടെ 1 2 3 എന്ന് തന്നെയാണ് നമ്മൾ എഴുതി പോകുന്നത്. എന്നാൽ ഈ 1 2 3 പകരം വേറെ ഏതെങ്കിലും സംഖ്യ കിട്ടിയാലും അത് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്നുള്ളതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാരണം വേറെ ക്വസ്റ്റ്യൻസിൽ 1 2 3 തന്നെ വരണമെന്നില്ല. അപ്പോ 9th ലൈനിലെ ലാസ്റ്റ് നമ്പർ 45th നമ്പർ ആണ്. ഈ ലൈനിലെ അവസാനത്തെ സംഖ്യയുടെ സ്ഥാനം 45 ആണ്. അതായത് ഇങ്ങനെ എഴുതി പോയാൽ 9ാമത്തെ ലൈനിലെ അവസാനത്തെ സംഖ്യ 45ാമത്തെ സംഖ്യയായി വരും. അപ്പോ 45th ടേം ഓഫ് ദ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അരിത്തമെറ്റിക് സീക്വൻസ് ആണ് ഈ ലാസ്റ്റ് നമ്പർ. അങ്ങനെയാണെങ്കിൽ 10th ലൈനിലെ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഈ ലൈനിലെ 45ാമത്തെ നമ്പർ കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന സംഖ്യയാണ്. അത് 46ാമത്തെ സംഖ്യയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ലൈനിൽ നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം. Therefore, the position of first term in 10th line 10th ലൈനിലെ ആദ്യത്തെ സംഖ്യയുടെ സ്ഥാനം is equal to 46. കാരണം 9ാമത്തെ ലൈനിലെ അവസാനത്തെ സംഖ്യ 45 ആണെങ്കിൽ 10ാമത്തെ ലൈനിലെ ആദ്യത്തെ സംഖ്യ 46 ആയിരിക്കും. ഇനി ആ 10ാമത്തെ ലൈനിലെ ആദ്യത്തെ സംഖ്യയുടെ സ്ഥാനം നമുക്കറിയാം A46. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ അത് 46 തന്നെയാണ് 1 2 3 ആയതുകൊണ്ട്. എങ്കിലും അതിന്റെ മെത്തേഡ് ഇതാണ്. A + n - 1 × d ആണ് അവിടെയും ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് ദ 46th ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് is equal to ഫസ്റ്റ് ടേം അവിടെ 1 ആണ് പ്ലസ് n ന്റെ വാല്യൂ 46 - 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് 1 വീതം കൂട്ടി എഴുതിയിരിക്കുന്നു. 1 സമം 1 + 45 × 1 സമം 1 + 45 is equal to 46. അപ്പോ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയി ഫസ്റ്റ് ടേം ഓഫ് ദ നമ്പർ ഇൻ ദ 10th ലൈൻ. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ലാസ്റ്റ് നമ്പർ ഓഫ് 10th ലൈൻ ആണ്. അപ്പൊ ലാസ്റ്റ് നമ്പർ ഓഫ് 10th ലൈൻ എന്ന് പറയുമ്പോൾ ഈ 10th ലൈനിൽ 10 നമ്പർ ആണുള്ളത്. അങ്ങനെ അതിനെ 2 തരത്തിൽ കണ്ടുപിടിക്കാം. ഈ 10th ലൈനിലെ ലാസ്റ്റ് നമ്പറിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ ഇതിന്റെ പൊസിഷൻ 9th ലൈനിലെ ലാസ്റ്റ് നമ്പറിന്റെ പൊസിഷൻ 45 ആണെങ്കിൽ ഇതിന്റെ പൊസിഷൻ 55 ആയിരിക്കും. കാരണം 10th ലൈനിൽ 10 സംഖ്യകളാണുള്ളത്. അപ്പൊ ഇതിന്റെ പൊസിഷൻ 45ന്റെ കൂടെ 10 കൂടി കൂട്ടുന്ന 55. അങ്ങനെയാണെങ്കിൽ പൊസിഷൻ ഓഫ് ലാസ്റ്റ് നമ്പർ ഓഫ് 10th ലൈൻ 10ാമത്തെ ലൈനിലെ അവസാനത്തെ സംഖ്യയുടെ സ്ഥാനം സമം 45 + 10 സമം 55. അങ്ങനെയാണെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ആ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്താൽ 55ാമത്തെ ടേം is equal to A + n - 1 × d എന്ന ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം. is equal to ഫസ്റ്റ് ടേം 1 ആണ് പ്ലസ് 55 - 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് 1 is equal to 1 + 54 ഇൻറ്റു 1 is equal to 1 + 54 സമം 54 1 55. അങ്ങനെ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ സെക്കൻഡ് ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു. ലാസ്റ്റ് നമ്പർ ഓഫ് 10th ലൈൻ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. ഇവിടെ മൂന്നാമത്തെ ക്വസ്റ്റ്യനില് സം ഓഫ് ആൾ നമ്പർ ഇൻ ദ ഫസ്റ്റ് 10 ലൈൻ. ഈ 1ാമത്തെ ലൈൻ തൊട്ട് 10ാമത്തെ ലൈൻ വരെയുള്ള എല്ലാ സംഖ്യകളെയും കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അതായത് 1 മുതൽ 55 വരെയുള്ള
എല്ലാ സംഖ്യകളുടെയും കൂടിത്തുക. അതിനെ നമുക്ക് 3 രീതിയിൽ ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് ഇതാണ്. ഇവിടെ ഫസ്റ്റ് ടൈം തന്നിട്ടുണ്ട് 1, ലാസ്റ്റ് ടൈം നമ്മൾ കണ്ടുപിടിച്ചു. ലാസ്റ്റ് ടൈം 10th ലൈനിലെ ലാസ്റ്റ് നമ്പർ AN അല്ലെങ്കിൽ അതിനെ L എന്ന് എഴുതാം. ലാസ്റ്റ് ടൈം 55. നമുക്കിവിടെ അറിയാം നമ്പർ ഓഫ് ടൈംസ് 55 ആണ്. കാരണം 1 തൊട്ട് 55 വരെ 55 സംഖ്യകളാണുള്ളത്. അങ്ങനെയാണെങ്കിൽ S 55 is equal to n/2 into ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. is equal to 55/2 into 1 plus 55 is equal to 55/2 into 56. 2 56 കട്ട് ചെയ്താൽ 28 is equal to 55 28 ഗുണിക്കുന്നു 55 ഗുണം 28 is equal to 1540. ഇത് ഒരു മെത്തേഡ്. ഇനി ഫസ്റ്റ് ടൈമും അരിത്തമെറ്റിക് സീക്വൻസും ഉള്ളത് കൊണ്ട് ഫസ്റ്റ് ടൈം 1, കോമൺ ഡിഫറൻസ് കൂട്ടി പോയിരിക്കുന്നത് 1 ആണ്. ഇവിടെയുള്ള നമ്പർ ഓഫ് ടൈംസ് 55 ആണ്. അപ്പൊ നമുക്ക് S 55 കണ്ടുപിടിക്കാൻ n/2 into 2a plus n-1 into d എന്ന ഇക്വേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. is equal to 55 divided by 2 into 2 into ഫസ്റ്റ് ടൈം 1 plus 55 minus 1 into കോമൺ ഡിഫറൻസ് 1 is equal to 55/2 into 2 plus 54 is equal to 55/2 ഗുണം 56. അപ്പോഴും നമ്മൾ ആ സ്റ്റെപ്പിൽ തന്നെ എത്തി. 2 കൂടെ കട്ട് ചെയ്താൽ 28 is equal to 1540. ഇനി ഇതിനെ മറ്റൊരു തരത്തിലും ചെയ്യാം. കാരണം 1 2 3 ഇങ്ങനെ തുടങ്ങുന്ന സംഖ്യകൾ 55 വരെ കൂട്ടുക. അതാണ് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ S n കണ്ടുപിടിക്കാൻ നമ്മൾ നാച്ചുറൽ നമ്പറിന്റെ സം കണ്ടുപിടിക്കാനുള്ള n into n+1/2 എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പൊ n into n+1/2 is equal to n എന്ന് പറയുന്നത് ഇവിടെ 55 ആണ്. because total 55 numbers are there. 55 into 55 plus 1 divided by 2 is equal to 55 into 56 divided by 2 which is 1540. 3 കേസിൽ ഒരു ഉത്തരം തന്നെയാണ് കിട്ടുന്നത്. എല്ലാ കേസുകളും അറിഞ്ഞിരിക്കുക ഏതൊക്കെ ഇക്വേഷൻ എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പൊ വീഡിയോ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ചെയ്ത് വെക്കുക. ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയതിനു ശേഷം വീഡിയോ പോസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ സ്വന്തമായി ചെയ്യുക. പിന്നീട് ആ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുക. ശരിയാണോ തെറ്റാണോ എന്ന് നോക്കി തെറ്റ് എവിടെയാണോ അതിനെ തിരുത്തി ചെയ്യുക. വീണ്ടും സ്വന്തമായി ചെയ്ത് നോക്കുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വേണം ചെയ്യാൻ. അല്ലാതെ കണ്ട് മറ്റുള്ള ക്ലാസ്സുകൾ പോലെ മാത്സിന്റെ ക്ലാസ്സിനെ കാണരുത്. ഒരു സിനിമ കാണുന്നത് പോലെയോ ഒരു പാട്ട് കേൾക്കുന്നത് പോലെയോ വീഡിയോ നിങ്ങൾ കാണാതിരിക്കുക. ദയവ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നോക്കുക ക്വസ്റ്റ്യന്റെ ആൻസർ. കാരണം ഇപ്പൊ നമ്മൾ ഈ പഠിക്കുന്നത് മാർച്ചിലെ 2021 എക്സാമിനാണ് ചോദിക്കുന്നത്. മിക്ക ആൾക്കാരും ഈ ഒരു രീതിയൊക്കെ അങ്ങ് മറന്നുപോകും. ഒന്നുകൂടി പറഞ്ഞു കൊടുക്കാറുണ്ട് എല്ലാവർക്കും. നമ്മൾ പറഞ്ഞു തരത്തില്ല എന്നല്ല പറയുന്നത്. മാക്സിമം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. കാരണം അത്രയും സമയം നിങ്ങൾക്ക് മാർച്ച് 2021 ആകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വീണ്ടും ഇത് പഠിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ സമയം തന്നെയാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ബി കെയർഫുൾ.